ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ സ്റ്റൂ ആണ്. ഒരു അടിപൊളി ചിക്കൻ സ്റ്റൂ ആണ്. ചപ്പാത്തിക്കും അപ്പത്തിനും ഇടിയപ്പത്തിനും എല്ലാത്തിനും കൂട്ടാൻ പറ്റിയൊരു സ്റ്റൂ ആണ്. നെയ്ച്ചോറിനൊക്കെ കഴിക്കാൻ. ഞാൻ ഇവിടെ പുട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചിക്കൻ സ്റ്റൂ ആണ് ഇവിടെ ഉണ്ടാക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു നാളികേരം വേണം. മീഡിയം സൈസിലുള്ള നാളികേരമാണ് ഞാൻ എടുത്തത്. അത് ഞാൻ ചിരവിയിട്ടൊന്നും എടുത്തിട്ടില്ല. ആദ്യത്തെ വീഡിയോയിൽ കാണുന്നത് പോലെ കട്ട് ചെയ്തിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയാൽ നമുക്ക് പെട്ടെന്ന് പാലെടുക്കാം. അതുപോലെ ഞാൻ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 500 ചിക്കൻ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഞാൻ പാല് പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സിയിലിട്ട് അടിച്ചിട്ട് പെട്ടെന്ന് പാല് പിഴിഞ്ഞെടുക്കാം. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ കുറച്ച് ലൈം ജ്യൂസ്, അതാണ് വേണ്ടത്. പിന്നെ കുറച്ച് വെജിറ്റബിൾസ് വേണം. അത് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഞാൻ കുക്കറാണ് ഇവിടെ എടുത്തത്. കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിലേക്ക് കഷ്ണം പട്ട, പിന്നെ ഒരു 3-4 ഏലക്കായ, ഒരു ബേ ലീഫ്, ഒരു 5-6 കറാമ്പൂവും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനൊരു 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചി ഇതിലേക്ക് ഇടണം. ഇഞ്ചി ചെറുതായിട്ട് അരിയണം കേട്ടോ. അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് കഴുകി വെച്ച ചിക്കൻ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ചൂടാവണം. കുക്കറിലിട്ടിട്ട് നല്ലോണം, നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കർ ഇല്ലാത്തവർ നമുക്ക് ഒരു പാനിൽ ഉണ്ടാക്കിയാലും മതി കേട്ടോ. ഞാനിവിടെ കുക്കർ എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ നല്ലോണം അത് നല്ലോണം ഇളക്കി കൊടുത്താൽ ഒരു വെള്ള കളറായിട്ട് വരും കേട്ടോ. അതൊരു വൈറ്റ് കളറായി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞാൽ നമുക്ക് 2ാം പാൽ ഇതിലേക്ക് ഒഴിക്കണം. 2ാം പാൽ ഒഴിച്ചിട്ടാണ് ഇതൊന്ന് വേവിക്കാൻ വെക്കുന്നത്. 2ാം പാൽ ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടി അതിലിട്ട്, പിന്നെ കുറച്ച് അതിൽ ലൈം ജ്യൂസും കൂടി അതിലൊഴിക്കണം. അതെന്തിനാന്ന് വെച്ചാൽ പെട്ടെന്ന് ചിക്കൻ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ ലൈം ജ്യൂസ് ഒരു 1/2 സ്പൂണേ ഒഴിക്കാൻ പാടുള്ളൂ, ഒരുപാട് ഒഴിക്കരുത്. പിന്നെ ചിക്കൻ സ്റ്റൂ ഭയങ്കര ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. പിന്നെ ഒരു 5 പച്ചമുളക്, നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുള്ളവർ കുറച്ചും കൂടി എരിവിടെ. അതിൽ മുളക് പൊടിയൊന്നും ഇടൂലത്തോണ്ട് പച്ചമുളകിലാണ് നമ്മൾ എരിവ് വരുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് പച്ചമുളക് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്നൊരു 20 മിനിറ്റ് വരെ അതൊന്ന് വേവിച്ചെടുക്കണം. ഒരു അടപ്പ് വെച്ചിട്ട് സാധാ ഒരു അടപ്പ് വെച്ച് അടച്ചിട്ട് ഒരു 20 മിനിറ്റോളം ഈ ചിക്കൻ വേവിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു മീഡിയം സൈസിലുള്ള ഒരു സവാള, ഒരു 2 ഉരുളക്കിഴങ്ങ്, പിന്നെ ഒരു മീഡിയം സൈസിലൊരു ക്യാരറ്റ്, അതെല്ലാം ഇതിൽ ഇതുപോലെ അരിഞ്ഞിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് ഇടണം. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു 20 മിനിറ്റ് വേവിച്ചതിന് ശേഷമാണ് ഞാൻ ഇതിടുന്നത്. എന്താണെന്ന് വെച്ചാൽ അത് ഉരുളക്കിഴങ്ങും ഈ ക്യാരറ്റൊക്കെ ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെ ചിക്കൻ വെന്ത് കിട്ടില്ല. അതുകൊണ്ടാണ് ആദ്യം ചിക്കൻ വേവിച്ചിട്ട് ഇത് ഞാൻ ഇട്ടത്. അപ്പോൾ ഏകദേശം നമുക്ക് പിന്നെ നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് വേവുന്ന വരെ നോക്കിയാൽ മതി. ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഇങ്ങനെ കുത്തി നോക്കിയാൽ ഉരുളക്കിഴങ്ങ് വെന്തോ നോക്കിയാൽ നമുക്ക് ചിക്കൻ സ്റ്റൂ ഏകദേശം റെഡി ആയിട്ട്, അതായത് വെന്തു എന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ആ 1ാം പാലും കൂടി ഇതിലേക്ക് ഒഴിക്കണം. അപ്പോൾ നല്ല കട്ടിയുള്ള പാലാണ്, ഫസ്റ്റ് പാലാണ്. അപ്പോൾ അതും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം. കണ്ടോ, ഇപ്പോൾ ഏകദേശം നല്ലോണം ഇളക്കി കഴിഞ്ഞപ്പോൾ ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു 2-3 തള വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോഴേക്കും നമുക്ക് നല്ല പച്ച കറിവേപ്പില, നാടൻ കറിവേപ്പില കിട്ടണമെങ്കിൽ ഏറ്റവും നല്ലതാണ് നാടൻ കറിവേപ്പില. അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം, അതായത് ഇതുപോലെ തള വരണം. അപ്പോൾ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ചെറുതായി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ 1ാം പാലും കൂടി ആയിട്ട് പിന്നെ ഞാൻ കുറച്ച്, അതായത് നമുക്ക് ഈ ചിക്കൻ സ്റ്റൂ കുറച്ച് വല്ലാതെ ഈ 1ാം പാൽ ഒഴിക്കുമ്പോൾ കുറച്ച് ലൂസായിട്ടിരിക്കും. അപ്പോൾ 1 സ്പൂണ് കോൺഫ്ലവർ നിങ്ങൾ വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ചിക്കൻ സ്റ്റൂവിന് കുറച്ച് കട്ടി വരും. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ഉടച്ച് കൊടുത്താൽ അത് അതിൻ്റേതായ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഒരു ചെറിയൊരു സ്പൂണ് കോൺഫ്ലവർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക്. അപ്പോൾ ഒന്ന് നല്ല കുറുകി വരും. പിന്നെ ബേ ലീഫൊക്കെ അതിൻ്റെ മുകളിലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞ് ഈ ചിക്കൻ സ്റ്റൂ ഇപ്പോൾ അത് കണ്ട ഒരു 5 മിനിറ്റും കൂടി നമ്മൾ ആ ചെറിയ ചൂട് തീയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയായ സ്റ്റൂ ആണ്. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. കണ്ടോ, ഇതുപോലെ കുറുകി വരും. ഒരുപാട് കോൺഫ്ലവർ ഒന്നും പൊടിയിടരുത്. 1 സ്പൂണോളം
ആദ്യം കുറച്ച് വെള്ളത്തിൽ നല്ലോണം, അതായത് തരിയൊന്നും ഇല്ലാണ്ട് നല്ലോണം അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കണം. അപ്പോൾ നമ്മൾ നല്ല കൊഴുപ്പൊക്കെ ഉണ്ടാവും. ഈ ചിക്കൻ സ്റ്റൂവിന് നല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ. അതായത് നമ്മൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റൊന്നും അധികം വേവും ഇല്ല. അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ള പെപ്പർ പൗഡർ ഇതിലേക്ക് ഇടാം. ഞാൻ പെപ്പർ പൗഡർ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. ഇവിടെ എരി കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് പച്ചമുളക് 5 ഇട്ടുകൊണ്ട് കുറച്ചേ ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് ആവശ്യത്തിന് പെപ്പർ പൗഡർ ഇടാം. പിന്നെ പച്ച വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ഒഴിക്കണം. ഏകദേശം ചിക്കൻ സ്റ്റൂ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതൊന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കും, ഉറപ്പാണ്. അത്രയും ടേസ്റ്റാണ്. അങ്ങനെ ഞാനൊരു പാത്രത്തിലേക്ക് ഇതെല്ലാം വിളമ്പി വെക്കുകയാണ്. കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. അതുപോലെ തന്നെയാണ് കേട്ടോ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതുപോലെ ചിക്കനൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. നമ്മൾ ലൈം ജ്യൂസ് അതിലേക്ക് ഒഴിച്ചുകൊണ്ടാണ് ഈ ചിക്കൻ ഇത്ര നല്ലോണം വെന്ത് കിട്ടിയത്. പക്ഷെ ഒരുപാട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ചിക്കൻ സ്റ്റൂവിന് ഒരു പുളി വരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞൊരു 1/2 സ്പൂൺ ഒഴിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ചിക്കൻ സ്റ്റൂ ഒക്കെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾ ഇതുപോലെ ഒരു പ്രാവശ്യം വെച്ച് നോക്കണം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.